ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ലഹരിക്കെതിരെ മലപ്പുറം ജില്ലയിൽ ജനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നിട്ട് എതിർക്കുന്ന അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ വന്നത്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇതുപോലെ ഒരു തീരുമാനം എടുക്കാൻ ഏതെങ്കിലും പോലീസുകാരോ ഏതെങ്കിലും ചെറുപ്പക്കാരോ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം നമ്മളുടെ ഈ നാട്ടിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത് ഒരുപാട് ഉപയോഗം വന്ന് ഒരുപാട് കുടുംബങ്ങൾ നശിച്ചു പോകുന്നു. ഒരുപാട് ആൾക്കാരിൻ്റെ പ്രശ്നങ്ങൾ, കൊല്ലുക, മരിക്കുക, കുടുംബങ്ങളിലെ അമ്മമാർ, അച്ഛന്മാർ, കൂടപ്പിറപ്പുകൾ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാതെ പേടിച്ച് ഇന്നത്തെ ഈ ലോകത്തിൽ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ള വ്യക്തികളിൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം ഭീകരതയാണ് ആ ഒരു ലഹരി വസ്തു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇത് ചെയ്യാൻ കാണിച്ച എല്ലാവർക്കും എൻ്റെ വലിയ ഒരു ബിഗ് സല്യൂട്ട്. അതേപോലെ നമ്മുടെ പാലക്കാട് ജില്ലയിലും ഇതേപോലെ ഒരു ഇത് വരണം എന്നാണ്. അതിന് പോലീസും നിയമപാലകന്മാരും കൂടി കൂട്ടുനിന്ന് ജനങ്ങളും ചെറുപ്പക്കാരായ നല്ല നല്ല ചെറുപ്പക്കാർ ഇതിന് മുന്നോട്ടിറങ്ങി ഇതിന് എതിർക്കുക തന്നെ വേണം. കാരണം ഇത് തുടച്ചു നീക്കേണ്ട സമയം കഴിഞ്ഞു. അതായത് ഇത് ഇല്ലാതാക്കണമെങ്കിൽ നിയമത്തിലോ ഇല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ആരും ഇതിന് ചെവിക്കൊള്ളില്ല. അതുകൊണ്ട് സമൂഹം ഇതിന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിൽപ്പന നടത്തുന്നവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഓരോ ജില്ലയിലെ ജനങ്ങളും എല്ലാവരും ഇതിന് എതിർത്തുകൊണ്ട് ഈ കേരളത്തിൽ 14 ജില്ലയിലും ഇതേപോലെ ചെറുപ്പക്കാർ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഞാനും ഒരുപാട് കരയുന്ന ഒരു അമ്മയാണ്. എൻ്റെ മക്കളും എനിക്ക് നേരാവണം. ഈ സമൂഹത്തിലെ എല്ലാ അമ്മമാർക്കും നല്ല സ്നേഹമുള്ള മക്കൾ ഉണ്ടാവണം. അവർ നന്നായി വന്ന് അച്ഛനും അമ്മയെ സ്നേഹിക്കണം, സംരക്ഷിക്കണം. അതിനു വേണ്ടി ഇതിൽ നിയമപാലകന്മാരും ആഭ്യന്തരത്തിലിരിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ ഇതിൽ വിൽപ്പന നടത്തുന്നവരെയും വാങ്ങിക്കഴിക്കുന്നവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അവരിനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കഴിക്കുന്ന പിള്ളേരെയും അക്രമങ്ങൾക്ക് മുതിരുന്നവരെയും പിടിച്ചു കൊണ്ടുവന്ന് പോലീസിൽ ഏൽപ്പിച്ച് അതിന് വേണ്ട നടപടികൾ എടുക്കണം എന്ന് താഴ്മയോടുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലും വരണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത് തുടച്ച് നീക്കുക തന്നെ വേണം. അതിന് ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. നല്ല നല്ല ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് എതിർക്കണം ഇതിനെ. കള്ള് ഷാപ്പുകളാണെങ്കിലും ശരി, എന്ത് തന്നെയാണ് ഈ ലഹരി വസ്തുക്കൾ നിർത്തലാക്കണം. AK ആൻ്റണി ഭരിച്ചിരുന്ന കാലത്ത് ഇത് നിർത്തിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇന്നിപ്പോൾ ഈ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ കേരളം ഭരിച്ച് കുട്ടിച്ചോരാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്കിലും എല്ലാ ചെറുപ്പക്കാരും എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നിന്ന് ഈ ലഹരി വസ്തുക്കളെ ഇല്ലാതാക്കുന്നവരെ കൈകോർത്ത് പിടിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഞാൻ എല്ലാവരോടും കരഞ്ഞുകൊണ്ടാണ് ഞാനിത് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം.